നമസ്കാരം. മീഡിയ സലാല എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ സലാലയിൽ കൂടെ സൈക്കിളിൽ യാത്ര ചെയ്യാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽസലാം സ്ട്രീറ്റ് എന്ന റോഡിൽ കൂടെയാണ്. അൽസലാം റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സലാല സൂക്ക് റോഡ്, ആ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ കുറവാണ്, അല്ലെങ്കിൽ എപ്പോഴും നിറച്ച് വണ്ടികളൊക്കെ ആയിരിക്കും ഇവിടെ. ചായ എന്ന് പറഞ്ഞിട്ടൊരു ചായക്കടയുണ്ട്. പിന്നെ നമ്മുടെ ഫാത്തിമ റെസ്റ്റോറൻറ്റ്. ഫാത്തിമയിൽ നല്ല ചായ, സൂപ്പർ അടിച്ചായ കിട്ടും കേട്ടോ, നമ്മുടെ സമോർ ചായ. അത് മൊത്തം നമ്മുടെ കർട്ടൻ, ടൈലറിങ് അങ്ങനത്തെ കടകളാണ്. കൃഷി സ്ഥലമൊക്കെ കാണണ്ട, അവിടെ എന്തൊക്കെയോ വിത്ത് വെച്ചിട്ടിട്ടുണ്ട്. അവിടെ ഓൾറെഡി എന്തൊക്കെ കൃഷിയുണ്ട്, ചീര കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സലാല സൂക്ക് റോഡിൽ നിന്ന് കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ വലത്തോട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ ആ കരിക്ക് സ്റ്റോളുകളൊക്കെ ഇല്ലേ, അവിടേക്ക് പോകുന്ന റോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കരിക്ക് സ്റ്റോളുകൾ നടത്തും. നമ്മുടെ ക്ലീനിങ് ചേട്ടൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ. നേരെ നമ്മുടെ അവിടെ കാണാൻ പറ്റും നമ്മുടെ കരിക്ക് സ്റ്റോളുകളൊക്കെ. ഒരു അൽമഹയുടെ പെട്രോൾ പമ്പുണ്ട്. നേരെ നമ്മുടെ റോഡിന് ഓപ്പോസിറ്റ് നമുക്ക് കരിക്ക് സ്റ്റോളുകളൊക്കെ കാണാം. പയ്യെ തുറന്നു വരുന്നുള്ളൂ കരിക്ക് സ്റ്റോളുകളൊക്കെ. ഇവിടെ നോക്കിവിടെ വാഴക്കൃഷിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. ഇത് ഒരു അത്യാവശ്യം വലിയ തോട്ടമാണ്. ഇതിനകത്ത് തെങ്ങും വാഴയും കപ്പയും, കപ്പങ്ങ, മറ്റേ നമ്മുടെ പപ്പായയില്ലേ അതിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. റോഡ് പണിയൊക്കെ എന്തെങ്കിലും നടക്കണമെങ്കിൽ അതിനൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, അവിടെ എന്തോ 200 മീറ്റർ അപ്പുറത്ത് അവിടെ എന്തോ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കണം, അവിടെ 40 കിലോമീറ്റർ സ്പീഡിലാണ് പോകാൻ പാടുള്ളൂ എന്നൊക്കെ ബോർഡ് ഓൾറെഡി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണാൻ പറ്റും, നമുക്ക് അവിടെ പണി നടക്കുന്നുണ്ട് റോഡിൽ. അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്, നമുക്ക് പയ്യെ നേക്കിന് തിരിക്കാം. ഈ കാർ ഉണ്ടല്ലേ, ഈ കാർ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി കണ്ടോ. അപ്പം നല്ല മൊത്തം അതേ കളറാണ്. നമ്മൾ താലീം വണ്ടി എന്ന് പറയും. മലയാളികൾ കുറച്ച് പകുതി അറബിയും പകുതി മലയാളികളൊക്കെ ആയിട്ട് താലീം വണ്ടി എന്ന് വിളിക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി. ഡ്രൈവിംഗ് സ്കൂളിൽ ഓരോ ആശമാരാണ്, ഉസ്താദുമാരാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ നേരെ കാണുന്ന വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹാഫ ബീച്ചിൻ്റെ അവിടെ എത്തും. നമുക്ക് ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്ക് വേറൊരു സംഭവം, നമുക്ക് ഈ
കരിക്ക് പച്ചക്കറി സ്റ്റോളുകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് കടകളൊക്കെ പൂട്ടിപ്പോയിട്ടോ. ഇത് ഈ പച്ച വെച്ചടച്ചാണ് കടകൾ തുറക്കാനുള്ളതാണ്. തുറന്നിട്ടില്ല അവർ. ഇവിടെ നിറച്ച് കടകളുണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിപ്പോയി. ഖരീഫിനൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതായിരിക്കും. ഈ പ്രാവശ്യത്തെ ഖരീഫ് ഇങ്ങനെ ആയിപ്പോയില്ല. ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ തുറക്കായിരിക്കും. ഇവിടെയൊക്കെ തുറന്നിട്ടുണ്ട് കടകൾ. ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട് വണ്ടികളുടെയൊക്കെ. വണ്ടികളുടെ ഒരു സർവീസ് സ്റ്റേഷൻ. അയ്യോ, ഒരു ട്രാക്ടർ പോകുന്നുണ്ട്. ട്രാക്ടർ കൃഷി എവിടെയോ നിലം ഉഴുതിട്ട് പോകുന്ന ട്രാക്ടറാണ്. നമ്മുടെ പാകിസ്ഥാനി സഹോദരനാണ് അത് ഓടിക്കുന്നത്. ഭീകരമായ വണ്ടികളൊക്കെ ഇവിടെ അവരാണ് ഓടിക്കുന്നത്. പിന്നെ മലയാളികളുണ്ട് കേട്ടോ. കുറച്ച് മലയാളികൾ, കുറച്ച് പഞ്ചാബികൾ, പിന്നെ കൂടുതലും പാകിസ്ഥാനികൾ. ഈ സൈഡിലും ഇതുപോലെ തന്നെ ഒരു വലിയ തോട്ടമുണ്ട്. വാഴയും തെങ്ങൊക്കെ കാണാം. ഇവിടെയും കുറച്ച് ഇവിടെ ഇതും തോട്ടം തന്നെ കേട്ടോ. പുറത്ത് വാഴ കൊണ്ട് കവർ ചെയ്തിട്ട് അകത്ത് വേറെ എന്തൊക്കെയോ നിലത്ത് ഇങ്ങനെ എന്തൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റില്ല നോക്കി കഴിയുമ്പോൾ. ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ ചെറിയ ചെറിയ തോട്ടങ്ങളാണ് കേട്ടോ. ചെറുതും വലുതായിട്ടുള്ള തോട്ടങ്ങളാണ്. തെങ്ങ് ആണ് മെയിനായിട്ട്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വാഴയും ഈ പപ്പായയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും. ഈ ജംഗ്ഷൻ ഒരു ഡേഞ്ചറസ് ജംഗ്ഷനാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ, കാരണം അവിടെ നിന്നൊക്കെ വണ്ടികളെ പാഞ്ഞു വരും. ഹമ്പുണ്ട് അവിടെ. രണ്ട് ചെറിയ വഴിയിൽ നിന്ന് കയറുമ്പോൾ ഹമ്പുണ്ട്. പക്ഷെ എന്നാലും ചിലവർ ശ്രദ്ധിക്കില്ല. നമ്മളിനി ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും മറ്റേ നമ്മുടെ സലാല സൂക്ക് റോഡിലേക്ക് തന്നെ കയറാം. വേണ്ട, നിറച്ച് വാഴകളാണ്. നമ്മുടെ ഇല്ലിപ്പുല്ല് പോലത്തെ സാധനം ഒന്നും കേട്ടോ. സാധനമാണ്. ഈ പള്ളിയുടെ പേര് ഇതാണ് ഷാംഫരി പള്ളിയാ. ഷാംഫരി പള്ളിയാന്ന് തോന്നുന്നു. ഭയങ്കര
വലിയൊരു പള്ളിയാണ്. കാരണം ഒരു സ്വന്തം കുടുംബത്തിൻ്റെ പള്ളിയാണ് അത്. പക്ഷെ അതിൽ തന്നെ വലിയൊരു പള്ളിയാണ് ഷാഫലി പള്ളി. ആരോട് പറഞ്ഞാലും അറിയും. ഷാഫലി പള്ളിയുടെ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ടാക്സിക്കാർട്ടൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം ലോണ്ട്രി കടകളാണ് മൊത്തം. അതൊരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലോണ്ട്രി കടകളാണ്. രാവിലെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ കുറവുണ്ട്. അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ ഭയങ്കര വണ്ടികളായിരിക്കും എപ്പോഴും. അവിടെ മാർക്കറ്റ് റോഡല്ലേ, ഈ ആൾക്കാർ എപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പിന്നെ അതുകൊണ്ട് എപ്പോഴും ഈ സൈഡിലൊക്കെ വണ്ടികളായിരിക്കും. റോഡിൽ നിറച്ച് വണ്ടികളായിരിക്കും. ഇത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ 5-ാം നമ്പർ എന്നറിയപ്പെടുകയും അറബികളുടെയും ബാക്കി ആൾക്കാരുടെ ഇടയിൽ ഹറാമി സൂക്ക് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. വേറെ ഒന്നുമല്ല, ഈ നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസും പിന്നെ അതിൻ്റെ പാർട്സോ എന്ത് കണ്ടുകൂടെ കിട്ടും. അപ്പോൾ നമ്മുടെ അയൽ രാജ്യക്കാരായ സഹോദരങ്ങൾ നമുക്ക് ഏത് കൊച്ചു പിള്ളേർ നോക്കിയാൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാവുന്ന ഐഫോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഒരു ഭാവ വ്യത്യാസമില്ലാതെ ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കണതാണ്. പക്ഷെ അത് വാങ്ങിക്കാനും ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ് അതിലും വലിയ കോമഡി. അത് ആരെടുത്ത് നോക്കിയാലും മനസ്സിലാവും അത് ഒറിജിനലല്ല എന്ന്. എന്നിട്ട് ഇവർ ഭയങ്കര കോൺഫിഡൻസാണ്, അത് ഒറിജിനലാണ് പറയുന്നതിൽ ഭയങ്കര കോൺഫിഡൻസാണ്. ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഇലക്ട്രോണിക്സൊക്കെ എങ്ങും ഒരു റിപ്പയറും നടന്നില്ലെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുത്താൽ അവർ എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്ത് എങ്ങനെയുള്ളതൊക്കെ ശരിയാക്കി തരുമോ സംഭവം. ഇൻഷുറൻസ് സൂക്ഷിച്ചില്ലെങ്കിൽ നോക്കാം. വീണ്ടും വന്ന സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ചൗക്ക് റോട്ടിൽ കൂടി മന്ദം ചലിക്കുകയാണ്. രണ്ട് മൈന ഭാഗ്യം, 2 റൗണ്ട്. ഒറ്റ മൈനയായിരുന്നെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചറിൽ നിന്ന് അടിപൊട്ടിയാണ്. ഇത് സലാല സൂക്കിലുള്ള DHLൻ്റെ കാർഗോ. പണ്ടൊക്കെ നമ്മുടെ പാസ്പോർട്ട് നമ്മൾ പുതുക്കാൻ അയച്ച ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം മറ്റേ ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിലാണ് അതിൻ്റെ പരിപാടികളൊക്കെ. അതുകൊണ്ട് പിന്നെ അവിടെ ചെന്ന് അവിടെ സബ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതൊക്കെ അവിടെയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സലാല സൂക്കിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അവിടെ അടുപ്പിച്ച് മൊത്തം അതുകളായിരിക്കും. ഇപ്പോൾ ഈ ഭാഗത്ത് മൊത്തം ഫർണിച്ചർ, അപ്പോൾസറി, കർട്ടൻ അങ്ങനത്തെ വർക്കുകളാണ്. ഇത് വീണ്ടും നമ്മൾ ഫാത്തിമ റെസ്റ്റോറൻറ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫാത്തിമ മോഡേൺ റെസ്റ്റോറൻറ്റ്. അത് ആസാദ് ചായ് നല്ല അടിപൊളി ചായയും വെറൈറ്റി ചായകളൊക്കെ ഉണ്ട്. അസ്ലി ചായ്, അറബിക് കോഫി, പുതിന ചായ്, അങ്ങനെ പിന്നെ ബിരിയാണി ചായ എന്നൊക്കെ പറഞ്ഞിട്ട് വെറൈറ്റി ചായകളൊക്കെ കിട്ടും അവിടെ. അവിടെ ഒരു അൽ കുത്തൈനി റെസ്റ്റോറൻറ്റ്, പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ്. ഭയങ്കര ഫേമസ് ആണ്, പഴയ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. സൈക്കിൾ നമ്മൾ ആദ്യത്തെ ദിവസമായിട്ട് ചവിട്ടുകൊണ്ട് അത്ര കംഫർട്ടബിൾ ആയില്ല. സീറ്റൊക്കെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്കിന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.